വീട് ചെത്തിയേ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിക്കണത്. ഇപ്പൊ ജോസുട്ടി വന്ന് പറഞ്ഞ് ഞാനാകെ തരിച്ചിരിക്കുക. നമ്മളായിട്ടൊരു ഇടപാട് ചെയ്യുകയും ചെയ്ത് ആ ചെങ്ങായി അതില് വന്ന് പെട്ട് മൂപ്പരിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പിടുത്തില്ല. ഇക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നീയിപ്പൊ എന്താ ചെയ്യേണ്ടത്? വേറൊരു വീട് വാടകയ്ക്ക് എടുത്ത് കൊടുക്കണോ? അല്ല, വാടകയ്ക്ക് എടുത്ത് കൊടുക്കാന്നുള്ളല്ല. ആരെ വാടക കൊടുക്ക? ഓർക്ക് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ വെച്ചപ്പോ ആ ലോൺ അടക്കൂലേ? അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഒരിക്കൽ താമസിക്കണ്ടേ? അത് താമസിക്കണം. അപ്പൊ അതിനാണ് ഇപ്പോഴത്തെ ഒരു വലിയ വിഷയം. ഞാനെന്താ വെച്ചാല് നമ്മള് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ കായൊക്കെ കൊണ്ടുവന്ന് തന്നത്. അത് അന്ന് തന്നെ അത് പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പൊ എന്താ ചെയ്യണ്ടെന്ന് വൃത്തില്ല. ഞാൻ ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ ഞാൻ വിചാരിക്കണേ. സംഗതി ഇപ്പൊ നമ്മള് 2-3 ആളല്ലേ ഇപ്പൊ ഇവിടെ ഉള്ളോ. അപ്പോ നമ്മുടെ ഇപ്പൊ ഈ ഔട്ട് ഹൗസ് ഇപ്പൊ അവിടെ അതിങ്ങനെ ഇപ്പൊ വെറുതെ കിടക്കാണല്ലോ. അപ്പൊ ഇജ്ജെന്ത് നോക്കിട്ട് നിൽക്കണേ ചങ്ങായി? എന്നോട് അത് പറിച്ചു വെക്കാൻ പറഞ്ഞില്ലേ? എടുത്തോക്കാം, ഇപ്പൊ എടുത്തോക്കാം. ആ ഇതിപ്പോ ശരിയാക്കാന്ന് പോയി ശരിയാക്ക. അപ്പോ അല്ല, അപ്പൊ ഞാനിപ്പോ അത് അവിടെ ഒന്ന് വൃത്തിയാക്കിയാലേ അപ്പൊ തൽക്കാലം ഇപ്പൊ അവിടെ വന്ന് താമസിക്കട്ടെ. എന്നാ നിങ്ങൾ എന്താ പറയണ്? ഒരു മനുഷ്യരാണ് അവിടെ എലിയും പാറ്റയും നിറച്ച സാധനങ്ങളും. അല്ല, കുഴപ്പമില്ല. അതിപ്പോ അവൻ ശരിയാക്കാൻ പറഞ്ഞിട്ട് അവനതാ കൊണ്ടുവന്നത്. അവൻ ശരിയാക്കിക്കോളും. അവൻ വൃത്തിയാക്കിട്ട് അവിടെ താമസിക്കട്ടെ. അതൊന്നും ശരിയാവില്ല. ശരിയാവില്ല. അല്ലടി, അത് അവർക്ക് അത് കുഴപ്പമൊന്നുമില്ല. അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്തോ ഓർക്ക് കുഴപ്പമില്ലാന്ന്. ഓരോ കുഴപ്പമുണ്ടെങ്കിലും അത് കാണിക്കില്ലായിരിക്കും. പക്ഷെ അത് ശരിയല്ല. പിന്നെ മനുഷ്യന്മാരെ കിടക്കേണ്ട സ്ഥലം അത്. അല്ലടി, അത് വൃത്തിയാക്കിയാ പോരെ. അത് വൃത്തിയാക്കിയാൽ കൊടുക്കാം. അല്ല ഇപ്പൊ പേര അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ കൊട്ടാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? അവിടെ വന്ന് താമസിക്കട്ടെ. അല്ലാണ്ട് ഇപ്പൊ നമുക്കിപ്പോ എല്ലാ സൗകര്യം ഒന്നും ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റൂലല്ലോ. ഇങ്ങോട്ട് താമസിക്കട്ടെ. അത് ശരിയാവില്ല. എന്താ പറഞ്ഞത്? ശരിയാവില്ല. നിങ്ങൾ എന്താണ് പറയണേ? എടി, ഞാനിപ്പോ ഇങ്ങനത്തെ ഒരു ഇത് ചെയ്തു പോയില്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടല്ലേ പോന ആ കായ് ഇപ്പൊ പെരാം ഇങ്ങനെ ഇതേമാതിരി പണം വെച്ച് ലോൺ എടുത്ത് തന്നെ. അപ്പൊ നമുക്കൊന്ന് ഈ സന്ദർഭത്തിൽ സഹായിക്കാണ്ട് ഒന്നും അറിയാത്ത മാതിരി ഇരിക്കാൻ പറ്റുമോ? എന്താണ്? നമ്മുടെ മുറിയുടെ മൂലക്ക് നമ്മളെ കുറെ സാധനം ഉണ്ടല്ലോ ആവശ്യമില്ലാത്ത, അതിലെടുത്ത് കത്തിച്ചാൽ ഞെക്കാം. ചെങ്ങായി, അതൊക്കെ ആവശ്യമല്ല തന്നെയാണ്. കുഞ്ഞുട്ടി അത് അവിടെ എവിടെയെങ്കിലും എടുത്ത് വെച്ചാൽ മതിയായി. ഇപ്പൊ കത്തിക്കണ്ട. വേണ്ട 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 വേണ്ട. ആ